ഹലോ, ഇറ്റ്സ് മീ റീനൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രീമിയർ പത്മിനി രണ്ട് സുന്ദരിമാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാം. 1994 മോഡല്. ഇത് പെട്രോൾ വണ്ടി, ഇത് ഡീസൽ വണ്ടി. പ്രീമിയർ പത്മിനിയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയാലോ. 1964 മുതൽ 2001 വരെ പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിൽ നിർമ്മിച്ച 4 സീറ്റർ സലൂൺ ആണ് കേട്ടോ പ്രീമിയർ പത്മിനി. അംബാസിഡർ സുന്ദരനാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ പത്മിനി ഒരു സുന്ദരി തന്നെയാണ് കേട്ടോ. 1974 മുതലാണ് കേട്ടോ പ്രീമിയർ പത്മിനി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അതിനു മുന്നേ ഈ വാഹനത്തിന്റെ പേര് 1100 ഡിലൈറ്റ് എന്നോ ഫിയറ്റ് എന്നോ ഒക്കെയാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. 1974 മുതലാണ് പ്രീമിയർ പത്മിനി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. രാജസ്ഥാനിലെ ചിറ്റൂർ മഹാറാണിയുടെ പേരാണ് അത്രേ പത്മിനി എന്ന് പറയുന്നത്. ഈ പ്രീമിയർ പത്മിനിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ലോഗോ പോലെ പാൽ എന്ന് എഴുതിയിട്ടുണ്ട്, PAL. അതെന്താണെന്നറിയോ? അത് പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്നാണ് കേട്ടോ. ഈ സുന്ദരിയെ പറ്റിയിട്ട് നമ്മൾ റീസെന്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അപ്പൊ അത് കാണാത്തവർ അതൊന്ന് പോയി കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഈ വണ്ടീനെ പറ്റിയാണ്. കളർ ചേഞ്ച് ഉണ്ട്. നമ്മൾ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഡീസൽ വണ്ടിയാണ്. ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് വന്ന വർക്കാണ് ഈ വണ്ടിയുടെ. പ്രീമിയർ പത്മിനിക്ക് പെട്രോൾ വണ്ടിക്കും ഡീസൽ വണ്ടിക്കും എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്നും ഈ വണ്ടിയിലെ സ്പെഷ്യലായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും കണ്ടു. അലോയ് വീൽസ് ഒക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പറയാനുള്ളതെന്ന് നമുക്ക് തറയിൽ ഗാരേജിന്റെ ബ്രദേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ട്. അവരെ നമുക്ക് ക്ഷണിക്കാം വീഡിയോയിലേക്ക്. കമോൺ ബ്രദേഴ്സ്. ബെനഡിക്റ്റ് ആണ്, ഇത് ബെഞ്ചമിനാണ്. അപ്പോൾ നമ്മുടെ ഡീസൽ വണ്ടിക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്, നമ്മളെ വ്യൂവേഴ്സിനോട് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഇതില്? അലോയ് വീൽസ് ഞാൻ ആദ്യം തന്നെ കണ്ടു. പിന്നെ എന്തൊക്കെയാണ് ഇതില് കാണപ്പെടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ കളർ ചേഞ്ച് നമുക്ക് വ്യത്യാസമുണ്ട്. ഇച്ചിരി ഗ്രീൻ ഷെയ്ഡാണിത്. ഫോട്ടോയില് വീഡിയോയില് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഇതൊന്നല്ല, കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ബെനഡിക്റ്റ് എന്താണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറയും, പ്രേക്ഷകരോട് പറയും. നമുക്ക് നേരിട്ട് കാണുമ്പോ ഈ വണ്ടി വലിയ കളർ ചേഞ്ച് കാര്യങ്ങളൊന്നും തോന്നില്ല. പക്ഷെ ഈ രണ്ട് കളറിന്റെയും ക്വാളിറ്റി ആണെങ്കിലും ഷെയ്ഡ് ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. അത് രണ്ടും ലൈറ്റ് കളറാണ്. പക്ഷെ കളറ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതൊക്കെ നല്ല ഒറിജിനൽ പെയിന്റാണ്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ ക്വാളിറ്റി കൂടിയ പെയിന്റാണ് ഇതിൽ യൂസ് ചെയ്തതാണ്. അതേപോലെ ഷെയ്ഡ് ആണെങ്കിലും ഫോണിലത് കറക്റ്റായിട്ട് കാണിക്കില്ല. ഒരു ഗ്രീൻ ഷെയ്ഡോട് കൂടിയിട്ടാണ് ഈ കളർ നമ്മൾ ചെയ്തേക്കണം. പിന്നെ നമ്മള് ഇതൊരു ടോയ് ഫിനിഷൻ ലുക്കിലാണ് വണ്ടി മൊത്തമായിട്ട് മേക്ക് ഓവർ കൊടുത്തേക്കണേ. അത് ബമ്പർ ആണെങ്കിലും ഹെഡ്ലൈറ്റ് റിംഗ് ആണെങ്കിലും പ്ലേറ്റിങ്ങും സിൽവർ കളറൊക്കെ ഒഴിവാക്കി ആ ഒരു വൈറ്റ് തീമിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് ഈ ഒരു ടോയ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്രോൾ വണ്ടിയില് ക്രോം ഫിനിഷിംഗ്. അതെ, ഇതിൽ കൂടുതൽ ഹെഡ്ലൈറ്റ് റിങ്ങും ക്യാപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മള് കൂടുതൽ ക്രോം അതുപോലെ സിൽവർ സെഗ്മെന്റിലാണ് ഇത് കൊണ്ടുവന്നേക്കണേ. കൂടുതലും ഒരു സ്റ്റോക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ലുക്കിലേക്ക് കൊണ്ടുവരാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതാണെങ്കിൽ ഈ വണ്ടി നോക്കുമ്പോൾ നമുക്ക് മിററിന്റെ കാര്യത്തിൽ ഈ വണ്ടി നോക്കുമ്പോൾ നമുക്കൊരു ടോയ് ഫിനിഷ് ഇല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയുടെ ലുക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അലോയ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം 15 വരുന്ന അലോയ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തേക്കണേ. 14 ഇഞ്ച് നമ്മൾ അതിൽ ഡ്രമ്മില് ലൈറ്റിൽ കൊണ്ട് കട്ട് ചെയ്ത് ഓൾട്രേഷൻ ചെയ്തിട്ടാണ് ഈ അലോയ് ഇതിലേക്ക് ഷൂട്ട് ആക്കിയിട്ടുള്ളത്. മിററിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഇത് കുറെ അന്വേഷിച്ച് ഇതിനൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു മിറർ നമുക്ക് കിട്ടിയത് നാനോന്റെ ആണ്. അത് ഈ വണ്ടിയുടെ ഭംഗി നമുക്ക് ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വലിയ കാര്യമായിട്ട് ഭംഗി കളയാത്തൊരു രീതിയിലുള്ള ഒരു മിററാണ് ഈ വണ്ടിക്ക് നമ്മൾ സെലക്ട് ചെയ്താണ്. ഹെഡ്ലൈറ്റ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് LED ഹെഡ്ലൈറ്റ് ആണ് യൂസ് ചെയ്തേക്കണേ. അതുപോലെ ഒരു ന്യൂ ജനറേഷൻ TRL വരുന്നുണ്ട് ഒരു ലൈനായിട്ട്. ഇതിന്റെ നമ്മൾ സ്റ്റോക്കാണ് യൂസ് ചെയ്തേക്കണേ. വേറെ ലൈറ്റിന്റെ കാര്യങ്ങൾക്ക് ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ ഫുള്ള് സ്റ്റോക്കിലാണ് ഈ വണ്ടിമേ നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഹെഡ്ലൈറ്റ് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. താങ്ക് യു. രാത്രിയില് നല്ല അടിപൊളിയായിരിക്കും. ഒരു റിംഗ് നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ്. വേറെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട എന്നുള്ള ഒരു മൈൻഡില്
നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ലൈറ്റ് തന്നെയാണ്. അതൊക്കെ സ്റ്റോക്ക് ആയിട്ട് വരുന്നതാണ്. അതൊന്നും നമ്മൾക്ക് ലുക്ക് കിട്ടാനായിട്ട് ഒന്ന് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയർ നോക്കാം. ഇന്റീരിയർ നല്ല ലെതർ ഫിനിഷിംഗ് ആണ്, നമുക്ക് നോക്കാം. ഇന്റീരിയർ അതുപോലെ സ്റ്റിയറിങ്, കൺസോള് ഇതൊക്കെ നമ്മളൊരു ലെതർ വൈറ്റ് ബ്ലാക്ക് കളർ തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ലെതർ റെക്സിനിൽ തന്നെയാണ് നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുള്ളത്. സീറ്റ് സ്റ്റിയറിംഗ് ഒക്കെ വരുന്നത് ഇതിന്റെ സ്റ്റോക്ക് കണ്ടീഷൻ. ഇതൊക്കെ നമ്മളൊരു വൈറ്റ് ഫിനിഷിങ് കൊടുത്തു. ടോപ്പൊക്കെ നമ്മൾ ഈ ലെതർ ആർട്ടിഫിഷ്യൽ ലെതർ കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾസറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി അപ്പോൾസറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, നമ്മുടെ ഗാരേജിൽ ചെയ്തതാണ്. അതേപോലെ സീറ്റിന്റെ കാര്യം വരുമ്പോൾ സീറ്റ് നമ്മൾ ഫ്രണ്ട് സീറ്റ് i20 സീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പത്മിനിക്ക് കൂടുതലും ഹാൻഡ് ഗിയർ ആണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളുടെ ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം അവർക്കൊരു ഡെയിലി ഡ്രൈവൻ കാറായിട്ടാണ് ഈ വണ്ടി നമ്മൾ വർക്ക് കഴിച്ചിറക്കണേ. അപ്പൊ ഒന്നുകൂടിയും എല്ലാവർക്കും ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനും കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് ഗിയർ ഒരാവശ്യപ്രകാരം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് വണ്ടിയുടെ? ഇത് ഹാൻഡ് ഗിയർ പത്മിനിയും തന്നെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് പപ്പ ഓൾട്രേഷൻ ചെയ്തെടുത്ത വർക്കാണിത്. ഒരു 4 ദിവസത്തേക്ക് നമുക്ക് ഈ ഹാൻഡ് ഗിയർ ഈ 4 ഗിയർ സെറ്റ് ചെയ്യാൻ തന്നെ സമയം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിൻ റൂം നോക്കാം. ചേച്ചി എന്നെ തുറന്നോ? ഒന്നും ചെയ്യണ്ട, വെറുതെ നോക്കിയാൽ മതി. പറയേണ്ട കാര്യം ഡീസൽ എഞ്ചിനാണ്. ഇനി എന്താണ് എഞ്ചിനെ പറ്റി പറയാനുള്ളത്? ഡീസൽ എഞ്ചിൻ പലർക്കും വളരെ പ്രിയപ്പെട്ട ഒരു എഞ്ചിനാണ് ഈ 10 വന്നിട്ടുള്ള ഈ ഒരു ഡീസൽ എഞ്ചിൻ. പെട്രോളാണോ ഡീസലാണോ മൈലേജ് കൂടുതൽ കിട്ടുക? മൈലേജ് ഡീസൽ തന്നെയാണ് കൂടുതലുള്ളത്. അത് ചെറിയ വ്യത്യാസമല്ല. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഫിയറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഡീസൽ എഞ്ചിൻ വന്നിട്ടുള്ളത്. ഒരു 20-24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. ഈ ഡീസൽ വണ്ടി കൊണ്ടുപോകുന്നത് അടിപൊളിയാണല്ലോ. 24 മൈലേജ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. വിന്റേജ് കാറുകളിൽ എന്ന് പറയുമ്പോ 24 മൈലേജ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഒരു ടൈമില് ബോംബെ, ചെന്നൈ എന്നുള്ള നല്ല സിറ്റിയിലൊക്കെ ഏറ്റവും കൂടുതൽ ടാക്സി ആയിട്ട് പുറത്ത് നമ്മുടെ കേരളത്തിൽ അതില്ലെങ്കിലും പുറത്തുണ്ടായിരുന്നത് കൂടുതൽ ഈ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ടാക്സി ആയിരുന്നു നമുക്ക് അതിലൊക്കെ കാണാനുള്ളത്. ഇതൊരു ഓയിൽ ഫിൽട്ടർ ആണ് ഇതിൽ വരുന്നത്. ഓയിൽ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ എയർ ഫിൽട്ടർ തന്നെ ഓയിൽ യൂസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിന് വേറെ ബൂസ്റ്റ് ബ്രേക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ല. പിന്നെ അഡീഷണലി നമുക്ക് ചെയ്യേണ്ടതാണ്. കമ്പനി സ്റ്റോക്കിൽ ബൂസ്റ്റ് ബ്രേക്കും പവർ സ്റ്റിയറിംഗ് ഒന്നും വരുന്നില്ല. സാധാ ഒരു ലിക്വിഡ് കൂളിംഗ് എഞ്ചിനാണ്. AC വരുന്നുണ്ട് കമ്പനി ഏറ്റവും ടോപ്പ് വേരിയന്റിൽ. അന്നത്തെ കാലത്ത് ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത് AC തന്നെയായിരുന്നു. ഈ പവർ സ്റ്റിയറിംഗും പവർ വിൻഡോ ഒന്നും അല്ലായിരുന്നു അന്നത്തെ കാലത്ത് ഈ 10 സെഗ്മെന്റിൽ കേട്ടാ. ഇല്ല, ഇതിൽ നമ്മൾ AC ചെയ്തിട്ടില്ല. AC ചെയ്യാനായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഓണർ എവിടെയുള്ള? ഇത് വണ്ടിയുടെ ഓണർ എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാനും ബെഞ്ചിനും പപ്പയും ആരും കണ്ടിട്ടില്ല. അത് വണ്ടിയുടെ ഓണർമാര് പുറത്താണ്. അപ്പൊ അവര് നമ്മുടെ വണ്ടി പണി കഴിച്ച് അവർക്ക് അത് ഇഷ്ടമായി. അങ്ങനെ നമ്മളെ അത് നമ്മളുടെ ഇൻസ്റ്റയിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ വർക്ക് നമുക്ക് നേരിട്ട് കാണാത്ത കാരണം നമ്മളെ വിശ്വസിച്ച് ഇത്ര ലോങ്ങിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തന്നേൽപ്പിച്ചിട്ടുള്ള ഈ വണ്ടി കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള വണ്ടിയാണ്. അപ്പോ ഞങ്ങൾക്ക് മാക്സിമം നല്ലതാക്കി ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഈ വണ്ടിയുമ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. പാർട്ടി കാണാത്ത വർക്കായ കാരണം അധികം ലാഗ് ഇല്ലാണ്ട് മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ സൈഡും പെയിന്റിങ്, പാച്ച് വർക്ക്, ഇലക്ട്രിക്കൽ, അപ്പോൾസറി, അണ്ടർ ബോഡി എല്ലാ ഭാഗങ്ങളും ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള എൻ്റെ അനിയൻ അതുപോലെ പപ്പ ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെ സ്റ്റാഫുകളുടെ സ്കില്ലും ഈ വണ്ടിക്ക് പൂർണ്ണമായി നൽകിയിട്ടാണ് ഈ വണ്ടി ഇപ്പൊ ഞങ്ങൾ റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുള്ളത്. യൂസ് ചെയ്തിട്ടുള്ളത് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഷീറ്റാണ്. അതൊരു 2 mm തിക്നെസ് ഉള്ള ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഷീറ്റാണ്. അതുപോലെ സൗണ്ട് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരുപാട്. അപ്പോൾ അങ്ങനെയാണ് ബോണറ്റ് പരമായിട്ട് അണ്ടർ ബോണറ്റിനുള്ളിൽ വരുന്ന വിശേഷങ്ങൾ. പത്നിയുടെ കിട്ടാത്ത കാരണം ഒറിജിനാലിറ്റി ലുക്കിൽ കളയാത്ത രീതിയിൽ ഓട്ടോന്റെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്
സ്റ്റോക്ക് കണ്ടീഷൻ? അത് സ്റ്റോക്കാണ്. ഇത് ഇപ്പൊ നമുക്ക് മില്ലിയും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം നമ്മള് പുറത്തേക്ക് ഒറിജിനാലിറ്റി കളയാത്ത രീതിയിൽ എന്നാ വലിയ കാശ് ചെലവ് ഇല്ലാണ്ട് ഇനിയാണെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് അയച്ചു മാറാം, അല്ലെങ്കിൽ അധികം ചെലവില്ലാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു ആൽഫയുടെ മില്ലിങ്ങും വൈപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻ ഒന്നുകൂടി ഫാസ്റ്റ് ആണ്, ക്വിക്കർ ദാൻ ഡീസലാണ്. പിന്നെ ബാക്കിയൊക്കെ റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ റിനി ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ റിയർ വീലിലേക്ക് വരുമ്പോ നമുക്ക് എന്താ പറയാനുള്ളത്? ഇതൊരു ബാക്ക് വീൽ ഡ്രൈവ് കാറാണ് ഫിയറ്റ് 10. ഇതില് ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെൻഡ് ഗ്ലാസ് 10യുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ബാക്ക് ബെൻഡ് ഗ്ലാസ്. ഷേപ്പ് സെഡാൻ ലുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഷേപ്പ്, വിന്റേജ് ലുക്കിൽ. പിന്നെ ഒരു വൈറ്റ് ടീം ബമ്പറും നമ്മൾ ഈ ഒരു ടോയ് ഫിനിഷ് കിട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പാർക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ലൈറ്റ് എന്നൊക്കെ പറയും. ഇത് റിവേഴ്സ് ലൈറ്റ് ആണ്. ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, റിഫ്ലക്ടർ, ലൈറ്റ്സിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ബാറ്ററി ഒക്കെ ഹെഡ്ലൈറ്റിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റോപ്പും ഹെഡ്ലൈറ്റ് മാത്രമാണ് LED മാറ്റിയിട്ടുള്ളത്. ബൂട്ടിന്റെ കാര്യത്തിൽ വരുമ്പോ സാധാരണയൊക്കെ കുറച്ചുകൂടി ചെറുവണ്ടിയൊക്കെ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. ഈ സബിന്റെ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു ആമർട്ടോൺ തിക്ക് പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇപ്പൊ കാണുന്നത്. ഇതിൽ സ്റ്റെപ്പിന് വരും. സ്റ്റെപ്പിന് പെയിന്റിങ് പ്രോസസ്സറാണ്. അതേപോലെ നമ്മൾ ഈ ടോപ്പൊക്കെ ബ്ലാക്കിലാണ് ഡിക്കിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റിയറിങ്ങും ഗിയർ സിസ്റ്റം ഒക്കെ മാറ്റിയിട്ടുള്ള പത്മിനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ചേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ള ഗിയർ സിസ്റ്റം ആയതുകൊണ്ട് നമ്മള് ന്യൂട്രലാക്കിയതിന് ശേഷം താഴത്തേക്കാണ് കേട്ടോ ഫസ്റ്റ് ഇടുക. അപ്പൊ നമുക്ക് ഓടിച്ചിട്ട് വരാം. സൂപ്പറാണേ. നമ്മുടെ ഗിയർ ചെയ്തൊക്കെ എങ്ങനെയാണ് ചേച്ചി? ഗിയർ ചെയ്തൊക്കെ അടിപൊളിയാണ്. ഈ റിവേഴ്സ് ഗിയർ പറയുമ്പോ നമുക്ക് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ വരും. സാധാ വണ്ടികൾക്ക് ഫസ്റ്റ് ഗിയറിന്റെ പൊസിഷൻ റിവേഴ്സ് വരാം. ഈ വണ്ടിയായിട്ട് റോഡിലൂടെ പോകുമ്പോണ്ടല്ലോ എല്ലാവരും ഒന്ന് നോക്കൂട്ടോ. ഭയങ്കര ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. ഒരു ക്യൂട്ട് കുട്ടി വണ്ടിയാണ്. സൂപ്പറാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രീമിയർ പത്മിനിയുടെ പെട്രോളും ഡീസലുമായിട്ടുള്ള നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ റീസ്റ്റോറേഷന്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും റീസ്റ്റോറേഷൻ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും ഈ പ്രീമിയർ പത്മിനിയുടെ ഫാൻസ് ഉള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.